പള്ളുരുത്തിയിൽ നിന്നും പീതാംബരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഹർത്താലിൻ്റെ ആവശ്യം ന്യായമാണെന്ന് കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ഹർത്താൽ എന്ന സമരമുറയുടെ പേരിൽ നടക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സമര രീതി, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഹലോ, നമസ്കാരമുണ്ട് ശ്രീ പീതാംബരൻ, പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ വെക്കാം. കാരണം ഈ ഹർത്താലുകളെല്ലാം ന്യായമാണെന്നാണോ ഇത്രയും നാളും കോടതികൾ കരുതിയിരിക്കുന്നത്? ഇതുവരെ കണക്കിൽപ്പെടാത്ത എന്തോരം 10,000 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആളില്ലാത്ത പാർട്ടി പോലും ഇവിടെ പോലെ ഹർത്താൽ പ്രഖ്യാപിച്ചുള്ള കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മറുപടി ക്രിമിനൽസ് അഴിഞ്ഞാടും. ഇത് തന്നെയുമല്ല, കോടതികളല്ലേ ഇതിന് നടപടി എടുക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് പരമോന്നത കോടതികൾ. കാരണം അത് തന്നെയല്ല, ഹർത്താൽ മാത്രമല്ല, ഈ പൊതുനിരത്തിലൂടെയുള്ള തിരക്കേറിയ റോട്ടിലൂടെയുള്ള ഈ ഘോഷയാത്രകളും പള്ളിപ്പെരുന്നായാലും അമ്പലപ്പെരുന്നാളായാലും രാഷ്ട്രീയ ജാഥയായാലും ഇതുവെല്ലാം മൈതാനത്ത് വെച്ച് മുടിക്കൂടെ കൊണ്ടേ വല്ല കടൽത്തീരത്ത് കൊണ്ടേ വെച്ചോട്ടെ, കടലോരത്ത് വെക്കാലോ. എന്തുകൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങി വരുന്നു? വഴി മാർഗതടസ്സം ഉണ്ടാക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ വ്യവസ്ഥ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത് കോടതികൾ ഉണ്ടാതിരിക്കുന്നു? ശ്രീ ശിവദാസനാണ്, ബാലരാമപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഹർത്താലിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഇന്നത്തെ ഹർത്താൽ ന്യായമാണെന്ന് കരുതുന്നവരും അല്ല എന്ന് കരുതുന്നവരും ഒക്കെ ഉണ്ട്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? നമസ്കാരം. ഇന്നത്തെ ഹർത്താൽ 100% അംഗീകരിക്കുന്ന കാരണം ജാതിപരമായ രീതിയിൽ ആക്ഷേപിച്ചെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടില്ല, അത് കോടതി വരട്ടെ. പക്ഷെ ഒരു ചെറുപ്പക്കാരൻ പഠിച്ചു, അവൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നാലും അവന്റെ അച്ഛനമ്മയായിരുന്നാലും ഒരു മോൻ വളർന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബം, ആ കൊച്ചും ആ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതെല്ലാം അറിവ് കൊടുക്കുന്ന അധ്യാപകർ തന്നെ അദ്ദേഹത്തെ ആ കുട്ടി ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏക മാർക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കുറ്റവാളി അവർ തന്നെയാണ്. പക്ഷെ സമരം എന്ന് പറഞ്ഞില്ലേ ഹർത്താൽ, ഇവിടെ ഗർഭിണികള് വണ്ടിക്കത് പ്രസവിച്ചിട്ടുണ്ട്, അടിച്ചിട്ട് തല മുറിച്ചിട്ടുണ്ട്, ഇവിടെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ദളിതായാലും എസ് ആയാലും ഏത് വിഭാഗമായിരുന്നാലും മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ കേരളം ഒരുപാട് പിറകിലാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണില്ല. KTMSന്റെ ബഹുമാനായ, ഞാൻ പാർട്ടിയുടെ പേര് പറയുന്നില്ല, അദ്ദേഹം പോലും കാണുന്നില്ല. പാവപ്പെട്ട ജനങ്ങൾ ഇറങ്ങി, അവര് ഒന്നും ചെയ്തിട്ടില്ല, അവരാരെയും ഉപദ്രവിച്ചിട്ടില്ല, ആർക്കും ഒരു നഷ്ടം വരുത്തിയിട്ടില്ല, ഒരു വണ്ടിയെ കലർന്നിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഈ പേരും പറഞ്ഞ് വിമർശിക്കുന്നവരെല്ലാം ആ സമുദായത്തെ അംഗീകരിക്കാത്തവരാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ള കാര്യമാണ്. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ് ശ്രീ ശിവദാസൻ. സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, ഇന്നത്തെ ഹർത്താലിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. താങ്കൾക്ക് ആ വാദപ്രതിവാദത്തിൽ ഏത് സ്ഥാനത്താണ് ന്യായം എന്ന് തോന്നുന്നത്? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇന്നത്തെ ഹർത്താൽ ഒരു അനാവശ്യമാണ്. കാരണം കേരള സംസ്ഥാനത്തെ മൊത്തം ഇതാക്കിക്കൊണ്ടിരിക്കും ഇന്നത്തെ എന്നല്ല എന്നത്തെയും ഹർത്താൽ. കാരണം ഇത് കോടതിയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതായിട്ട് തെളിവില്ല. രണ്ടാമത് ലോൺ ആപ്പിന്റെ ഒരു കേസാണ്. അപ്പൊ അത് ഇവർ കേസ് അന്വേഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ മൊത്തം ബന്ദിയാക്കിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. ഇവർക്ക് DGP ഓഫീസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ കണ്ണൂരിലുള്ള ഈ കേസ് ഫയൽ ചെയ്ത പോലീസ് സ്റ്റേഷനിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ കോളേജ് സമരം ആക്കാം. അല്ലാതെ ഈ ജനങ്ങളെ മൊത്തം ഒരു ബന്ദികളാക്കിക്കൊണ്ട് സമരം നടത്തുന്നത് തീരെ ശരിയല്ല. കാരണം അന്നൊന്ന് ദിവസം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ എല്ലാം ജോലിയാണെന്ന് പോയത്. ഇതേ സംഘടനകൾ തന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾ ദളിതരായതുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്നു, പണിയെടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ അന്നൊന്ന് ദിവസത്തെ പണിക്കൂലി കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന സംഘടനകളൊക്കെയാണിത്. ഞാൻ ഈ സംഘടനയെ ആക്ഷേപിക്കുന്നതല്ല, പക്ഷെ ഹർത്താൽ ആചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേരള സംസ്ഥാനത്തെ മൊത്തം ബന്ദികളാക്കിക്കൊണ്ട് എന്തിനാണ് ഈ ഹർത്താൽ നടത്തേണ്ട ആവശ്യം? ഒരു രാഷ്ട്രീയ സംഘടന ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ ഈ കേരളത്തിലെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും അവരുടെ ട്രേഡ് യൂണിയനുകളും ഒക്കെ സമാനമായ രീതിയിൽ ഹർത്താലുകൾ മുമ്പ് നടത്തിയിട്ടില്ലേ? ഞാൻ അതാണ് സാർ പറഞ്ഞത്. അതായത് നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞാൽ മുൻപ് ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുൻപത്തെ ആ കീഴ്വഴക്കം തന്നെ അല്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുമ്പ് പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന ഹർത്താലിൽ ഉണ്ടായ തരത്തിലേക്കുള്ള വ്യാപകമായ അക്രമങ്ങൾ
അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു പൊതുമുതൽ നശിപ്പിക്കുന്ന അവസ്ഥ, അതൊന്നും ഇന്നത്തെ ഹർത്താൽ അങ്ങനെ വ്യാപകമായിട്ട് ഉണ്ടായിട്ടില്ല. ഇല്ലില്ല, ഇന്നത്തെ ഹർത്താലിന് അങ്ങനത്തെ ഒന്നും ഇതില്ല. ഞാൻ ചോദിക്കുന്നതൊക്കെ നേരത്തെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ ഹർത്താൽ നടത്തി അവര് പൊതുമുതൽ നശിപ്പിക്കുക എല്ലാം ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ പിന്നെ ഓരോരോ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് സമരം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ പിന്നെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രശ്നം വരുന്നത്. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രശ്നം വരുന്നത് DGP ഓഫീസ് പിന്നെ ഉപരോധിക്കാം, അവിടെ പ്രതിഷേധം നടത്താം, സെക്രട്ടേറിയറ്റ് പ്രതിഷേധം നടത്താം. ഈ കണ്ണൂർ ജില്ലയിലെ ഈ കേസ് ഫയൽ ചെയ്ത പിന്നെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാം, ഈ കോളേജ് ഉപരോധിക്കാം. പ്രതിഷേധങ്ങൾ നടന്നിട്ടും 19 ദിവസമായിട്ട് സന്തോഷ് ഈ റാമിനെ അറസ്റ്റ് ചെയ്യാൻ, അയാളൊരു ബോൺ ക്രിമിനലും ഒന്നും അല്ല, ഒരു കോളേജിലെ അധ്യാപകനാണ്. അയാൾക്ക് ഒളിവിൽ പോയ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതത്ര വിശ്വാസയോഗ്യമായ ഒന്നല്ല. അയാളെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് പോലീസിന്റെ കെടുകാര്യസ്ഥത ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ ആ വ്യക്തിയെ തൊടാനുള്ള നേതാക്കളുടെ സമ്മർദ്ദം കൊണ്ടും ആവാം. രാഷ്ട്രീയ കക്ഷികൾ അതിലുണ്ടാവും. നേതാക്കളുടെ രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നും അല്ല. ഇപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയാണ്, അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്നത് അങ്ങനെ ഒരാളല്ല. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ആ വിഭാഗത്തിനെതിരെ നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ലഭിക്കുന്ന ഒരു സംവരണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ആനുകൂല്യത്തെ. റാമും ദളിതനാന്നല്ലേ പറയുന്നത്? റാം ദളിതനല്ല എന്ന് കോടതിയിൽ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ. അല്ല, ഞാനും ദളിതനല്ല, ന്യൂസിൽ ഞങ്ങൾ കേട്ടാണ്. അല്ല എന്ന് കോടതിയിൽ വളരെ കൃത്യമായി തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അത് അദ്ദേഹത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ജാതി അധിക്ഷേപം നമ്മൾ വലിയൊരു ന്യൂസ് ആയിട്ട് അതിൽ വന്നിട്ടില്ല. അപ്പൊ ഫുള്ള് നമ്മൾ പുറത്തേക്ക് വരുന്നത് മൊത്തം ഈ ലോൺ ആപ്പിന്റെ ഒരു വിഷയം. അവിടെ ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ലോൺ ആപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ജാതി അധിക്ഷേപം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് സ്വാഭാവികമായും അവിടെ തെളിവുകളുണ്ട്. അത്തരം മൊഴികളാണ് പുറത്തു വന്നത്. ഈ പയ്യനുമായിട്ടുള്ള മറ്റ് നിരവധി വിദ്യാർത്ഥികളടക്കം ഈ അധ്യാപകൻ ആ തരത്തിലേക്ക് അധിക്ഷേപിച്ച് കറുപ്പിന്റെ പേരിൽ പോലും ആ കുട്ടികളെ ബ്ലാക്ക് എന്നൊക്കെ വിളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നടക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ സാറ്, ഈ വിദ്യാർത്ഥിയുടെ വോയിസ് തന്നെ നമ്മൾ പുറത്തേക്ക് വന്നതാണ്. അതിലൊന്നും നമ്മൾ ജാതി അധിക്ഷേപത്തിൻ്റെതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ അവിടെ ഹരാസ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തന്നെ വിഷയത്തിൽ അന്ന് ആത്മഹത്യ ചെയ്യുന്ന എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ അന്ന് ആ പ്രിൻസിപ്പാളും ആ ടീച്ചറും തമ്മിലുള്ള ഒരു അവിടെ വന്ന് ആ കുട്ടിയെ വല്ലാതെ പിന്നെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നത് സാറേ, ഈ അധ്യാപകര് ചെയ്യേണ്ട ഇത്ര ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരു അധ്യാപകർ ഈ 18,000 രൂപ, ഈ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ എല്ലാം അറിയുന്ന അധ്യാപകരാണ്. 18,000 രൂപയുടെ ഒരു ലോണേ ഉണ്ടായുള്ളൂ. ആ ലോൺ അടയ്ക്കാൻ ആ അധ്യാപകർക്ക് ലോൺ അടച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥിയോട് പിന്നെ കുറച്ചായിട്ടെങ്കിലും മേടിച്ചൂടെ? അങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു അധ്യാപക. അത് തന്നെയാണ് പ്രശ്നം. അവരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതാണ് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, പക്ഷേ ഈ കടകൾ അടച്ചുകൊണ്ടുള്ള ഹർത്താൽ. ഹർത്താലിനോട് താങ്കളുടെ വിയോജിപ്പ് താങ്കൾ ശക്തമായി തന്നെ പറഞ്ഞു, അതിനെ അംഗീകരിക്കുന്നു. അല്ല, പിന്നെ സാറേ, രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്ന ഹർത്താലിനും ഇതേപോലെ അവരെ പേടിച്ചിട്ടാണ് ഈ കടകളെല്ലാം അടയ്ക്കുന്നത്. നമുക്കറിയാം, വാഹനങ്ങളും ഇതെല്ലാം ഓടാതിരിക്കുന്നത് തന്നെ ഓരോ സ്ഥലങ്ങളിലെ പാർട്ടികളുടെ അവിടുത്തെ സ്വാധീനം വെച്ച് കട പൂട്ടിക്കുന്നുണ്ട്. ഏത് മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും ജനങ്ങൾ ഒന്നും കൊണ്ട് സഹകരിച്ചിട്ടില്ല. ലാസ്റ്റ് ഇവർ പറയുന്നത് എന്താ? എല്ലാവരും സഹകരിച്ചാണ് സമരം വിജയിപ്പിച്ചതെന്ന്. എവിടെയാണ് സഹകരിക്കുന്നത്? എല്ലാരും പ്രധാനം തന്നെയാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അത്തരം സംഘടനകളൊക്കെ നടത്തുമ്പോൾ അവർ പറയും സഹകരിച്ചാണെന്ന്. ജനങ്ങൾ സഹകരിക്കുന്നത് എന്റെ വണ്ടിയുമായി റോഡിൽ ഇറങ്ങിയാൽ കല്ലേറ് കിട്ടുമോ, എന്റെ കട തുറന്നാൽ കട തല്ലിപ്പൊട്ടിക്കുമോ എന്ന് ഭയന്ന് തന്നെയാണ് പലരും അത് തുറക്കാതിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇവരെ ദളിത് സംഘടനകൾ നടത്തിയത് കൊണ്ട് ഇപ്പോൾ തുറന്ന പല കക്ഷികളും ഇത് നാളെ CPM-ഓ കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യോ ആണ് നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുമായി അനുകൂലിക്കുന്ന ഏതെങ്കിലും സംഘടനയാണ് നടത്തിയിരുന്നെങ്കിൽ ഇവർ തുറക്കില്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാർ, ദളിത് സംഘടനയെ ആക്ഷേപിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ കക്ഷികളെ പേടിച്ചിട്ടാണ്. കാരണം താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ, പ്രത്യേകിച്ച് കണ്ണൂരിലുണ്ടായ ഒരു വിഷയം കൂടിയാണല്ലോ അഞ്ചരക്കണ്ടിയിലെ വിഷയം, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാറേ. പിന്നെ അതായത് ഈ ഇതിന്റെ പഠിക്കുന്ന കുട്ടികളും അവര് പറഞ്ഞിന്, അതായത് അയാൾ റെസ്പെക്ട് മാനേഴ്സ് ഡിസിപ്ലിൻ ഇല്ലാണ്ട് കുട്ടികളെ ഇൻസൾട്ട് ആക്കിയിട്ട് സംസാരിച്ചിരുന്ന കുട്ടികളെ മൊഴി ഉണ്ട്. പിന്നെ ഈ മരണപ്പെട്ട കുട്ടി സൂയിസൈഡ് ചെയ്ത് കുട്ടിയുടെ മൊഴിയുണ്ട്. അപ്പം ഒരു വാക്കുണ്ട്, ഗിവ് റെസ്പെക്ട്, ഗുരു ശിഷ്യ ബന്ധം, അതായത് മാതാപിതാ ഗുരു ദൈവം എന്നാ.
അതായത് ഈ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. ഈ ഗുരുനാഥന്റെ അടുക്ക കുറേ തെറ്റ് സംഭവിച്ചിരുന്നു. പിന്നെ കുട്ടികളുടെ പ്രായത്തിൽ കുട്ടികൾ ആ റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും, ചിലപ്പം വിട്ടുപോകും. എന്താ പറഞ്ഞാൽ കുട്ടികൾ മൂത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഇന്റലിജൻറ്റും മറ്റുള്ള നോളേജും മറ്റുള്ള ഹിമ്മത്ത് താകത്തെല്ലാം വരും. കുട്ടികൾ എന്തെങ്കിലും തർക്കുത്തരം ചില പറഞ്ഞു പോകും. ഈ രാഷ്ട്രീയക്കാർ ഇപ്പം ഹർത്താൽ അവര് ഒരു ചളിയിൽ വീഴുന്നതിന് മുമ്പിൽ നമ്മൾ ചളിയിൽ വീഴാണ്ടിരിക്കണല്ലേ സാറേ നമ്മൾ നോക്കണ്ടേ? ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയക്കാരിൽ ഇവിടെ സംഭവിക്കുന്ന സംഭവം ഇവര് പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ടെറിബിൾ ആയിട്ടുള്ള ഈ സംഭവം നടക്കുമെന്നുവാ നടക്കുകയും ഒരു കാലത്തും നടക്കൂലായിരുന്നു. അതായത് ഏത് കോളേജിലും എന്തുള്ള ഇങ്ങനെ നടക്കുന്ന കുട്ടികൾ യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ രക്ഷിതാക്കന്മാരെ അറിയിക്കുക, അല്ലെങ്കിൽ പിന്നെ പബ്ലിക്കിൽ അറിയിക്കുക. വളരെ വ്യക്തമാണ്. ശ്രീജയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീജ, ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് പൊതുവെ ഹർത്താലുകളുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള സംവാദങ്ങളും വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരാറുണ്ട്. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് അത്തരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഹർത്താലിന്റെ ആവശ്യം ന്യായമാണെന്നും അന്യായമാണെന്നും ഒക്കെ പറയുന്നവരുമൊക്കെ ഉണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സാർ, ഇത് രണ്ടു വർഷവും പറയുന്നവരുണ്ട്. കാരണം ഹർത്താൽ ആവശ്യമാണെന്നും അനാവശ്യം ഇപ്പൊ ചിലരുടെ ആവശ്യം മറ്റുള്ളവർക്ക് അനാവശ്യമായിരിക്കും. അതല്ല സാർ വിഷയം. ഇത് ഇന്നലെയൊക്കെ വാഹനങ്ങളൊന്നും തടയില്ല എന്ന് ആണ് നമ്മൾ ഈ സംയുക്ത സമരസമിതിയിലേക്ക് പ്രസ്താവനയായി കേട്ടത്. അത് വിശ്വസിച്ച് സാർ ഈ പരീക്ഷയ്ക്ക് പോയ കുട്ടികൾ പല ഹർത്താലുകളും നമ്മുടെ ഈ കേരളം കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ ഇന്നത്തെ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് സാറ് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു താങ്കളുടെയൊക്കെ? കാരണം ആ സാറേ പരീക്ഷ എക്സാം എന്ന് ബോർഡ് വെച്ച ആ വണ്ടി പോലും, കാരണം വണ്ടികൾ കടത്തിവിടുന്നു, ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് ഈ സമരത്തിന് ആഹ്വാനം ചെയ്ത് അവർ പറഞ്ഞാലും സാറേ ഈ ക്യാൻസർ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന വണ്ടി തടയുന്നു, മരുന്നുമായിട്ട് വന്ന വാഹനങ്ങൾ തടയുന്നു. ഇപ്പൊ ആ കുട്ടി മരിച്ചതിൽ സാർ നമ്മളുടെ കേരളത്തിലുള്ള എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. പക്ഷേ സാർ അതിന്റെ പിന്നിൽ ഈ നടന്ന ഈ അക്രമങ്ങൾ, അക്കച്ച വണ്ടി എറിഞ്ഞു എന്നല്ല പറയുന്നത്. പക്ഷെ ഇത്രയും കുട്ടികൾ സാറേ അതേ സെയിം ഏജിലുള്ള കുഞ്ഞുങ്ങളല്ലേ സാറെ കാത്തിരുന്ന് ഉറക്കമുളച്ചിരുന്ന് പഠിച്ചിട്ട് ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പോയാ. ഇപ്പൊ നമുക്ക് കേരളത്തിലൊരു ഹർത്താൽ നടക്കുന്നെന്ന് കരുതി ഒരു സെൻട്രലിന്റെ പരീക്ഷ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമാണോ? കേരളത്തിന് പുറത്തുള്ള ഒരു പരീക്ഷ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമുള്ളതാണോ ഇത്? അപ്പൊ ഇതെന്തായാലും സാർ ഇത് എത്ര ന്യായീകരിച്ചാലും ഇതൊരു ശരിയായൊരു നടപടി ആണെന്ന് തോന്നുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ് കുട്ടനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ ഈ സംവാദത്തിൽ അല്ലെങ്കിൽ ഈ വിവാദത്തിൽ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? സാറേ, ഒരു പക്ഷം പിടിക്കാനില്ല എന്ന് ആദ്യമായിട്ടൊരു ഹർത്താലിനെ അനുകൂലിക്കണമെന്ന് തോന്നിയൊരു ദിവസമാണ് ഇന്ന്. ഒരു ഹർത്താൽ നടക്കണം എന്നുള്ളത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ലോകത്തെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ വോയിസ് മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്ന് തോന്നേണ്ട ഒരു കാര്യമാണിത്. അത് തന്നെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതൊക്കെ ഒരു നിയമം തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഒരു സാധാരണപ്പെട്ട ആൾക്കാർ ഒരു പാർട്ടിയുടെ ലേബൽ ഇല്ലാതെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഇപ്പം മുമ്പേ വിളിച്ച ആൾക്കാരൊക്കെ പറയുന്ന കണക്ക് എക്സാം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അടിയന്തരമായ ആശുപത്രി കാര്യം ഒഴിച്ച് അടിയന്തരമായ ആശുപത്രിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ മുന്നോട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അല്ലാതുള്ള ഈ എക്സാമും കാര്യങ്ങളും ഉള്ളവരൊക്കെ അവർക്ക് ആത്മാർത്ഥമായിട്ട് അവരുടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമല്ലല്ലോ. പിന്നെ ഇവിടെ ഈ പാവപ്പെട്ട ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവര് റിസർവേഷൻ ഉണ്ട്, അവര് ഉയർച്ചയിലൊക്കെ പോയെന്നൊക്കെ പറയുമ്പോഴും അവരുടെ ശബ്ദവും ഈ നാട്ടിൽ കേൾക്കണം. ഇവിടെ 2% പോലും വോട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ ഹർത്താൽ നടത്തുന്നുണ്ട്, വിജയിപ്പിച്ചുകൊണ്ട് ഇഷ്ടം പോലെ അക്രമങ്ങളും നടത്തിയിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ട്. ഇതൊരു ദളിത് സംഘടന ഒരു കാര്യം നടത്തി, ആ കാര്യത്തിൽ സത്യസന്ധമായിട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട്. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. ഒരു ദളിത് സംഘടന അവർക്ക് ദളിത് സംഘടനകൾക്ക് റിസർവേഷൻ ഉണ്ട്, ഇവർക്ക് റിസർവേഷൻ, ഇവര് വലിയ ആൾക്കാരായി പോയില്ല എന്നൊക്കെ പറയുമ്പോഴും അധികാരത്തിന്റെയും അവരുടെ വോയിസും കൂടെ കേൾക്കാനുള്ളതുകൊണ്ട് അവര് പറയുമ്പം സത്യസന്ധരായ ആൾക്കാർ അതിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ഇന്നത്തെ ഹർത്താലിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതല്ലാതെ ഈ അക്രമം നടന്നു, അത് നടന്നു, ഇത് നടന്നു എന്ന് അല്ല, ഇതിനകത്ത് ശ്രീ രാധാകൃഷ്ണൻ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ വാഹനം തടയില്ല എന്ന് ഉറപ്പിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്തവർ പറഞ്ഞു. അങ്ങനെ കടകളൊന്നും നിർബന്ധിച്ച് അടപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതിനെ ആ വാക്ക് പാലിക്കപ്പെട്ടില്ല എന്നുള്ളിടത്താണ് ആളുകൾ സ്വാഭാവികമായും എതിർക്കുന്നത്. കണ്ട ആൾക്കാരാണ് സാറേ നമ്മളൊക്കെ. ഹർത്താലിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ സാറേ. അങ്ങനെ ഈ പറഞ്ഞ അസാമാന്യമായ രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അക്രമമൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ സാധാരണഗതിയിൽ ഹർത്താലിൽ ഉണ്ടാവുന്ന അത്ര അക്രമങ്ങൾ ഈ ഹർത്താലിൽ ഉണ്ടായിട്ടില്ല എന്നത് നമ്മളതിനെ സത്യസന്ധമായിട്ട് കാണുക. അത് നമ്മുടെ പൗരബോധമാണ്. ഒരു വോയിസ് ഇല്ലാത്തവര് ആഹ്വാനം ചെയ്തൊരു
ഒരു കാര്യത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. നമ്മുടെ പൗരബോധം അങ്ങനെ ഉണരേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വലിയ വ്യക്തമാണ്. voice ഒന്നുമില്ലാതെ അത്തരം ഒരു ഡോക്ടർ ആകണമെന്ന് ശബ്ദമില്ലാത്തവരുടെ ആഗ്രഹിക്കുന്ന ശബ്ദം പയ്യനെ ഉയർത്താൻ വേണ്ടി പഠിപ്പിച്ച് ഉയർത്തിയ ഒരു ആയുധം എന്ന നിലയ്ക്കാണ് എന്തോ? ഈ ഹർത്താലിനെ കണ്ടത്. ഞാൻ ഓരോരുത്തരും കാണുന്നത് അവരുടേതായ അതിനെ കാണുന്ന നിലപാടുകൾ ഒറ്റ കാര്യമില്ല തന്നെ പറയാം. കാണുന്നു. അത് വോയിസ് ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഹർത്താലിനെയും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയും ഒക്കെ കാണുന്നത്? സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഹർത്താല്, ഈ ഹർത്താലിനെ ഞാൻ പൊതുവെ അനുകൂലിക്കാറില്ല. പക്ഷെ ഇന്നത്തെ ഹർത്താല് അനുകൂലിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ദളിത് സ്നേഹവും മറ്റും പറഞ്ഞു നടക്കുക എന്നല്ലാതെ ഇവർക്കൊരു സപ്പോർട്ട് ആരെയും കൊടുക്കേണ്ടിയല്ലേ? ഇത് ന്യായമായ സംഗതിക്കല്ലേ ഇവർ ഹർത്താൽ നടത്തുന്നത്. പിന്നെ അക്രമം നടത്തിയെന്ന് പറഞ്ഞു, അക്രമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ കട തുറന്നിട്ടുണ്ടെങ്കിൽ അടുപ്പിക്കും. അത് ഏത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ. അപ്പൊ അത്ര ബീമ്പൊന്നും ആരും ഇളക്കണ്ട. ഇതിപ്പോ ഒരു സംഘടന. പിന്നെ ഈ മാധ്യമങ്ങൾ വേണ്ട ഒരു പ്രചാരണം ഇതിന് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം മാധ്യമങ്ങൾ റെഡിക്കത് ഹർത്താലാണെന്ന പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ വാഹനം പുറത്തിറങ്ങില്ലായിരുന്നു. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദളിത് സ്നേഹം അവരെ മനസ്സിൽ പറഞ്ഞു നടക്കുക മാത്രമല്ല. സത്യത്തിൽ ഇവരെ കൂടിയല്ല ഇവർ. ദളിതന്മാർക്ക് ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ഹർത്താലിന് ആർജമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് ഒറ്റയും കേരളത്തിൽ ഇല്ലാത്തത് നിർഭാഗ്യമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവരൊരു ന്യൂനപക്ഷമായി പോയത് കൊണ്ട് അവർ ഹർത്താൽ നടത്തിയാൽ അത് വിജയിപ്പിക്കേണ്ട എന്നുള്ള ഒരു ധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവും. പക്ഷെ അത് അങ്ങേയറ്റം മോശമായി പോയി. കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അവരുടെ വികാരം, അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വികാരമാണ്. അതിലൊന്നും ആരും ശോഭിച്ചിട്ട് കാര്യമില്ല. ആ ശോഭമൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് കാണിക്കുക. ഒരു ദളിത് സംഘടന ന്യായമായ ഒരു സംഗതിക്ക് ഹർത്താൽ നടത്തിയപ്പോൾ അത് വിപരീതമായിട്ട് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണട ഒന്ന് മാറ്റി വെച്ചിട്ട് കാണണം കാര്യങ്ങൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ ബാലകൃഷ്ണന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നത് കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഈ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഈ എല്ലാ സംഘടനകളും ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ അക്രമം നടത്താറില്ല, നിർബന്ധിച്ചൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയുകയും പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ആളുകളൊക്കെ ഈ ഹർത്താലിനോട് പലപ്പോഴും സഹകരിച്ചു എന്ന് അവർ പറയുന്നു. പക്ഷേ സഹകരിക്കുകയാണോ, ആരാണ് ആഹ്വാനം ചെയ്യുന്നത്, അവരുടെ ശക്തി നോക്കിയൊക്കെയാണ് പലപ്പോഴും ആളുകൾ കടയടയ്ക്കുന്നതും നിരത്തിൽ ഇറങ്ങാതിരിക്കുന്നതും ഒക്കെ. ഇന്നത്തെ ഹർത്താലിലും അത്തരം ഒരു വിഷയം ഈ സംഘടനയുടെ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? പക്ഷേ ഈ ഞാൻ താമസിക്കുന്ന ഭാഗത്ത്, ശ്രീകണ്ഠപുരം ഭാഗത്ത് ഒരു ബസ് ഓടാതില്ല, എല്ലാ കടയും തുറന്നിട്ടുണ്ട്. നമുക്കങ്ങനെ ഹർത്താലിന്റെ ഒരു പ്രതിനിധി പോലും ഈ ഭാഗത്തില്ല. ഞാൻ ശ്രീകണ്ഠപുരം ഭാഗത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷെ ചില തെക്കാണ് കൂടുതലും. ഞാൻ പറയുന്നത് ഇനി ദളിതരായിക്കോട്ടെ, സവർണനായിക്കോട്ടെ, ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ, ഈ തരത്തിലുള്ള ഹർത്താലുകൾ, ഈ ആൾക്കാരെ ബന്ദിയാക്കിക്കൊണ്ട് ഹർത്താലുകൾ, അത് നിയമം മൂലം നിരോധിക്കാൻ പറ്റുമെങ്കിൽ നിയമം മൂലം നിരോധിക്കണം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ തീരുമാനിക്കുക. എന്തിപ്പോ രോഗിനെ കൊണ്ട് ആശുപത്രി പോകുന്ന ആൾക്കാർ, പരീക്ഷ എഴുതുന്ന കുറെ കുഞ്ഞു മക്കൾ, ഇതൊക്കെ എത്രയോ കാലം പ്രിപ്പറേഷൻ ചെയ്താണ് ഇവര് പരീക്ഷകൾ തയ്യാറാക്കുന്നത്. ആ പരീക്ഷ പോയില്ല. ഇപ്പൊ എത്രയോ കുട്ടികളെ പരീക്ഷ പോയി. അപ്പൊ ഇത്തരം സമരങ്ങള്, ആവാസം നിറഞ്ഞ സമരങ്ങള് പൂർണ്ണമായിട്ടും ഇപ്പൊ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ദളിതനോ സവർണനോ അവർണനോ ആരും ആയിക്കോട്ടെ, ഈ തരത്തിലുള്ള ഹർത്താലുകൾ, ജനങ്ങളെ ബുദ്ധിമുട്ടുള്ള ഹർത്താലുകൾ ഒന്നും പാടില്ല. അതന്നെ എന്റെ അഭിപ്രായം. അത് ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ. നമ്മൾ പിന്നെ ഇത് മാത്രമല്ല കിരൺ ബാബു, ഒരു നീതി ഈ കുട്ടിക്ക് കിട്ടുന്നില്ല. സാധാരണക്കാരൻ മരിച്ച വേറെ നീതി കിട്ടാൻ, ആ കുട്ടി മരിച്ച ആ കുട്ടിക്ക് അച്ഛനും നമുക്ക് നഷ്ടമില്ലാതെ ഇവിടെ ഒരു നീതിയും നമ്മൾ ഈ സമൂഹത്തിന് കിട്ടൂല. കാര്യം സാധാരണക്കാരന്റെ മക്കളാണ് മരിച്ചത്. വലിയ പണക്കാർ. ഇപ്പൊ ഇന്നലെ ആ ഇടുക്കിയിൽ അമ്മേനെയും സഹോദരനെയും കൊന്ന ആ കുട്ടീനെ 24 മണിക്കൂർ കൊണ്ട് പോലീസ് പിടിച്ചില്ലേ? ഈ റാവിനെ എന്നുള്ള പിടിക്കാൻ പറ്റാതെ. ഇപ്പൊ സ്വാധീനമുള്ളവന് ഇവിടെ എന്തും നടക്കും. കിരൺ ബാബു, ഓക്കെ, സമയം കളയുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എപ്പോഴും ദാസൻ അങ്ങനെയാണ്. ദാസന്റെ അഭിപ്രായം വളരെ വേഗത്തിൽ തന്നെ കൃത്യമായി പറയും, അത് ചുരുക്കി പറയുകയും ചെയ്യും. ഒരു നല്ല ശീലം കൂടിയാണ് ദാസൻ. അത് സ്ഥിരമായി പാലിക്കുന്ന ഒരാൾ കൂടിയാണ്, മറ്റുള്ളവർക്ക് അവസരം നൽകാൻ വേണ്ടി. ശ്രീ ജോർജ് എബ്രഹാമാണ്. ശ്രീ ജോർജ് എബ്രഹാം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോർജ് എബ്രഹാം, താങ്കൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ഹർത്താല് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ നിതിൻ രാജിന്റെ മരണത്തില് കേരളത്തിലെ പോലീസ് ഹെൽപ്ലെസ് ആണ്, നിഷ്ക്രിയമാണ്. ഹൈക്കോടതിയിലേക്ക് നിതിൻ രാജിന്റെ മാതാപിതാക്കൾ പോയി കേരള പോലീസിന്റെ നിഷ്ക്രിയത ഹെൽപ്ലെസ് നടപടിയെടുക്കണം. അതിന് കാരണക്കാരായ റാമോ, സംഗീത, ആ കുറ്റവാളികളെയും ആ സ്കൂൾ മാനേജ്മെന്റ് അധികാരങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കണം. അതിന് ശക്തമായിട്ട് ഗവൺമെന്റോ അല്ലെ രാഷ്ട്രീയക്കാരോ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ ഹൈക്കോടതിക്ക് എന്തെങ്കിലും ഒരു പൂർണ്ണ തീരുമാനം എടുക്കാൻ പറ്റൂ. അതിന് ഇവർ എത്രയും ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് വലിയ കേരള പോലീസ് ഹെൽപ്ലെസ്, നിഷ്ക്രിയത്വം, എഫിഷ്യൻസി ഇല്ല, എത്ര എഫിഷ്യന്റായ പോലീസ് ഓഫീസർമാരുള്ള നാടാണ്.
പക്ഷെ ഇതിലെ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിന്റെ നീതിയില്ല. ഹർത്താൽ അവർ നടത്തിയ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, ജനങ്ങൾ അതുകൊണ്ട് പൊറുതിമുട്ടി. അതുമല്ല നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും ഹൈക്കോടതി ഉള്ളൂ, ഡിപ്പെൻഡ് അപ്പോൺ ഹൈക്കോർട്ട് ഓൺലി. ദാറ്റ് ഈസ് എ സൊല്യൂഷൻ ഇൻ മൈ ഒപ്പീനിയൻ. താങ്ക്സ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. കിരൺ സാർ, നീതി, അതായത് നിതിൻ രാജിന് നീതി കിട്ടണമെന്ന് തന്നെയാണ് കേരളത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായം. എന്നാൽ ഇന്ന് കേരളത്തിൽ നടന്നത് എന്താണ് സാർ? സമരസമിതി നേതാവ് തന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. മുൻകൂട്ടി തീരുമാനിച്ച ഓപ്പറേഷൻ നടന്നിട്ടില്ല. മുൻകൂട്ടി തീരുമാനിച്ച ക്യാൻസർ OP അതിൽ ആൾക്കാർക്ക് പോകാൻ പറ്റിയിട്ടില്ല. മുൻകൂട്ടി തീരുമാനിച്ച വിദേശ യാത്രകൾ ഇതെല്ലാം തടസ്സപ്പെട്ടില്ലേ സാർ? ശ്രീ ചന്ദ്രനാഥ്, അങ്ങനെ അതിവ്യാപകമായി സാധാരണ ഹർത്താലുകൾക്ക് നടക്കുന്നത് പോലെ അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ന്യായമായും വലിയ പ്രയാസങ്ങൾ തന്നെയാണ്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ അതേ അളവിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മറ്റു ഹർത്താലുകൾക്ക് ഉണ്ടാകുന്നത് പോലെ. ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് പറയാം, ഞാൻ പറയാം. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും സാറേ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തീരുമാനിച്ചതിന് മുമ്പ് തീരുമാനിച്ചേക്കുന്ന ഓപ്പറേഷനും OP ഒക്കെയാണ് സാർ. ഇന്നിപ്പോ എന്താ വെച്ചാൽ തിരുവനന്തപുരം RCCയിൽ എന്താണെന്ന് വെച്ചാൽ 3 മാസം 4 മാസം മുമ്പാണ് സാർ ഒരു ഡേറ്റ് തരുന്നത്. സാറിന് അറിയാമോ? ആ ദിവസങ്ങളിൽ അവിടെ എത്തണം. അതുപോലെ തന്നെ ഓപ്പറേഷൻ എല്ലാ സ്ഥലങ്ങളിലും തിരക്കാണ്. അല്ല, അതിലൊന്നും അങ്ങനെ തടസ്സമുണ്ടായിട്ടില്ല ശ്രീ ചന്ദ്രൻ നായർ. അവരെ അത്ര ആളുകൾക്ക് കുറച്ചു നേരം തടസ്സപ്പെട്ടതിന് ശേഷം പിന്നീട് അവരെ പോലീസൊക്കെ ഇടപെട്ട് അവർക്ക് പോകാൻ അനുമതി നൽകുകയും ഒക്കെ ചെയ്തു. ഈ പരീക്ഷ സാറേ, ഇന്ന് ഒരു കാര്യം ചെയ്യാൻ, വേറെ എല്ലാം വിടാം സാർ, പറയുന്നത് ശരിയാണ്. ഈ പരീക്ഷ ഇനി ഈ കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ സാർ? എന്റെ ചോദ്യം അതാണ്. പകുതി കുട്ടികൾക്ക് പോലും എത്താൻ പറ്റിയില്ലല്ലോ സാർ. ഇല്ല, അങ്ങനെയൊന്നുമില്ല ശ്രീ ചന്ദ്രൻ നായർ. കുറച്ച് കുട്ടികൾക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് അവർ പരീക്ഷ എഴുതിയില്ലോ എന്നറിയില്ല. അവർക്ക് തടസ്സമുണ്ടായി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലാതെ ആകെ പരീക്ഷ എഴുതുന്നതിൽ പകുതി കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത, അങ്ങനത്തെ വലിയ നമ്പർ കുട്ടികൾക്ക് എഴുതാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടല്ലോ. ഒരാൾക്ക് പോലും അങ്ങനെ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ അങ്ങനെ പകുതി എന്നൊന്നും പറഞ്ഞു കളയും. അല്പം കൂടെ കഴിഞ്ഞ സാറിന് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുള്ളൂ സാർ. അതുവരെ ക്ഷമിക്കുക. ഓക്കെ സാർ. ശരി, ഓക്കെ. നമുക്കും പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചന്ദ്രനാഥ് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നത് പൂർണ്ണമായും. ശ്രീ മുനീറാണ് തൃത്താലയിൽ നിന്നും. ശ്രീ മുനീർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. ഈ വിഷയം തികച്ചും ന്യായവും അതിനോടൊപ്പം തന്നെ ഈ ഒരു സമരം അന്യായവുമായി എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ വളരെ ഖേദപൂർവ്വം പറയാനുള്ളത്. കാരണം ഒരു കുട്ടിയുടെ, ദളിത് കുട്ടിയാണെങ്കിലും പിന്നോക്കനാണെങ്കിലും മുന്നോക്കനാണെങ്കിലും, ഒരു കുട്ടിയുടെ മരണത്തിനുമായി ബന്ധപ്പെട്ട് ആ മരണത്തിന് ഇടയാക്കിയ ആളുകളെ കൃത്യമായ രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. റാമിനെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ന്യായമായിരുന്നു ഈ ഒരു സമരം. പക്ഷേ ഇന്ന് ഈ ന്യായമായ ഈ സമരത്തിന് പങ്കാളികളാവേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമരത്തിന് ഇനിയും കൂടുതൽ ആളുകളുടെ ശക്തി കിട്ടേണ്ട ഒരു സംവിധാനത്തിന് ഇന്നത്തെ സമരമുറയിൽ നിന്നും ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ടായി. അതിൽ 25ഓളം വരുന്ന കുട്ടികളുടെ എക്സാം മുടങ്ങി എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നതല്ല. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഈ ഒരു എക്സാമിന് വേണ്ടി ആ കുട്ടികളെ പ്രാപ്തിപ്പെടുത്തിയ അധ്യാപകര്, അവരുടെ രക്ഷിതാക്കള്, അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയ കുട്ടികള്, അവർക്കുണ്ടായ നഷ്ടം എന്താ? ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സമരമായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ആ വിദ്യാർത്ഥികളെയും കൂടി പരിഗണിക്കാൻ ഈ സമരക്കാർക്ക് കഴിയേണ്ടിയിരുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റിനെ തടഞ്ഞു വെക്കുന്ന ഒരു സീന്, ആശുപത്രി കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. അപ്പോ ഈ ന്യായമായ സമരത്തെ ഈ സമര അനുകൂലികൾ, ഈ ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ, അവർ ബോധപൂർവം ഒരു പ്രത്യേക അജണ്ട, ഇതിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു തീരുമാനം. പക്ഷെ പൊതുസമൂഹം സത്യത്തിന്റെ കൂടെ, ന്യായത്തിന്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ നടത്തുന്ന സമരമാണെങ്കിലും അത് സുതാര്യമായിരിക്കണം. അല്ലാതെ എക്സാം മുടക്കിയിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കിയിട്ടും, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സമരത്തിന് ഇപ്പോ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരമാണെങ്കിൽ പോലീസുകാർ ഇങ്ങനെ കാണിക്കും അങ്ങനെ കാണിക്കും എന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഏത് പാർട്ടി നടക്കുന്ന സമരങ്ങളാണെങ്കിലും ഹർത്താലുകളാണെങ്കിലും അന്നൊക്കെ വാഹനങ്ങൾ ഓടിയിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാവുന്നതല്ലേ, വാഹനങ്ങൾ ഓടാറുണ്ട്, അവരവരുടെ കാര്യങ്ങൾക്ക് പോവാറുണ്ട്. പക്ഷേ ഇത് അതിലും കൂടുതൽ കൃത്യമായ രീതിയിൽ. മുനീർ, അത് താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഹർത്താൽ നടത്തി, എത്രയോ ഹർത്താലുകൾ കടന്നു വന്ന ജീവിതമാണ് നമ്മുടേത്. അവിടെയൊക്കെ
ഉണ്ടായ അത്ര അക്രമമോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടായ അത്ര വാഹനങ്ങളും കടകളും തടസ്സപ്പെടുത്തലൊന്നും ഈ ഹർത്താലിൽ ഉണ്ടായിട്ടില്ല. അതിന്റെയൊക്കെ ഒരു പകുതി പോലും, പകുതി അല്ല 10-1 പോലും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരാൾക്കെങ്കിലും അത് ഉണ്ടായെങ്കിൽ അത് ആ കാര്യത്തിൽ അതിനെ ന്യായീകരിക്കുന്നു. 25 കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മുനീർ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്കെങ്കിലും ഉണ്ടായെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലിൽ ഇതൊക്കെ സമാധാനപരമായിരുന്നു, ഇത് മാത്രം അങ്ങ് അക്രമമായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയല്ല, ചരിത്രവുമായി വസ്തുതയുമായി യോജിക്കുന്നതല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവാതിരിക്കില്ല. കാരണം ഹർത്താലുകൾ നടക്കുമ്പോൾ, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ നടക്കുമ്പോൾ ആക്രമണം ഉണ്ടാവുന്നത് എന്താണ്? വാഹനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നതുകൊണ്ടാണ്. ആ രീതിയിൽ തന്നെയല്ലേ ഈ സമരത്തിന് വാഹനങ്ങൾ ഇറങ്ങിയത്? ഇവർ ആക്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? വാഹനങ്ങൾ KSRTC ഉൾപ്പെടെ ഈ പൊടും ചൂലത്ത് ആളുകൾ തടഞ്ഞു നിർത്തി. ശ്രീ മുനീർ, താങ്കളുടെ ഓർമ്മയിലുള്ള ഹർത്താലുകളിൽ KSRTC ബസ്സിന് കല്ലേറ് കിട്ടാത്ത ഹർത്താലുകൾ അത്യപൂർവമാണ്. വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയ ആളുകൾക്ക് മർദ്ദനമേൽക്കാത്ത ഹർത്താലുകൾ അത്യപൂർവമാണ്. അങ്ങനെയെല്ലാമുള്ള ആ അവസ്ഥയിൽ നിന്ന് ഈ ഹർത്താലിൽ അക്രമം ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അക്രമം ഉണ്ടായി. പക്ഷെ മറ്റ് ഹർത്താലുകളെല്ലാം സമാധാനപരമായിരുന്നു. ഈ ഹർത്താൽ മാത്രമാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ആശുപത്രി കേസിന് വന്ന ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യം ചെയ്യേണ്ടിയിരുന്നു. ആ 25 കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടിയിരുന്നു. അതായിരുന്നു അന്തസ്. ശരി മുനീർ, ഞാനത് തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. സാറേ, ഇവിടെ സമരങ്ങൾ ഉണ്ടാവുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ മുനീർ, എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞത് മുൻ ഹർത്താലുകളിലൊന്നും പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടില്ല, ഈ ഹർത്താൽ മാത്രമാണ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അതല്ല, മുൻ ഹർത്താലുകൾ ഇതിനേക്കാൾ മാരകമായിരുന്നു, ഇതിനേക്കാൾ അപകടകരമായിരുന്നു, അത് മാത്രമാണ് പറഞ്ഞത്. അല്ല, ഇത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതും കൂടി ഇതിൽ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ എന്തായിരുന്നു മാറ്റം? അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. ഈ സമരം വിജയിക്കണമെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യേണ്ടിയായിരുന്നു ഈ സമരക്കാര്. ആ ഒരു പാവപ്പെട്ട കുട്ടിക്ക് നീതിക്ക് വേണ്ടി നടത്തിയ സമരം വളരെ എന്താ പറയാ, പൈശാചികമായ രീതിക്കുള്ള സമരമായി. ആ കുട്ടിക്ക് ആ റാമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമരത്തിന് ആ റാമിനെയും കൂടി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞും കൊണ്ട് നടക്കുന്ന ആളുകൾ ഉൾപ്പെടെയാണ് ഇവര് പ്രയാസപ്പെടുത്തിയത്. അതിന് സമരക്കാരാണ് ഈ മറുപടി പറയേണ്ടത്. ആ കുട്ടിക്ക് നീതി കിട്ടണോ വേണ്ടേ എന്നുള്ളതിന്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നേരത്തെ മുൻ പ്രേക്ഷകൻ പറഞ്ഞ മാതിരി ന്യായമായ ഒരു ആവശ്യം അന്യായമായി പോയി. മാത്രമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇവിടെ ഹർത്താലുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആദ്യമായിട്ട് സെൻട്രൽ കോളേജിലെ വിഷയം ഈ കുറെ പേർക്ക് മുൻകൂർ ജാമ്യം കിട്ടാനും ചിലവർക്ക് ജാമ്യം കിട്ടാനും ഇതൊക്കെ ചെയ്യുന്ന അവസരം ഉണ്ടാക്കി കൊടുത്ത് ഭരണകൂടാണ് ഇല്ലേ? സർക്കാരിനെ ഇവർ സമരം ചെയ്യണമെന്നേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേടന്റെ കല്യാണം കഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കുംഭമേളയിൽ വന്നതും കൂട്ടർ കല്യാണം കഴിച്ചു കൊടുത്തൊക്കെ ചെയ്തവർക്ക് ഇതൊരു പിന്നോക്കക്കാരനല്ലേ? സർക്കാർ എന്തുകൊണ്ട് ഇതിന് മുൻഗണന എടുത്തില്ല? അപ്പൊ സർക്കാർ ഇതിനെല്ലാ ഒത്താശയും ഈ മാനേജ്മെന്റിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് സർക്കാരാണ് അതിന്റെ പ്രതി. സർക്കാരിനെതിരെ പ്രതിഷേധിക്കട്ടെ. അല്ലാതെ ജനങ്ങളെ ഈ ഇന്നത്തെ പോലത്തെ ജനങ്ങളെ രോഗികളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചൊരു ഹർത്താലിന്റെ എല്ലാ ഭാഷയും ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയുമ്പോ ഇവിടെ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം കേരളത്തിൽ മാത്രം നടക്കുമ്പോൾ ഇതിന് ഹർത്താലിനെതിരെ സായുധമായി നേരിടുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ബാലനാണ് പാലക്കാട്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? ഇപ്പോ ഹർത്താലുകള്, അതുപോലെ സമരം സംഗതികളൊക്കെ വേണ്ട കാര്യങ്ങൾക്ക് നല്ലപോലെ നടക്കണം. അതുപോലെ തന്നെ പൊതുജനങ്ങൾ അതിനോടൊപ്പം നിൽക്കണം. അതേപോലെ ശരിയായ അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അത് കോടതി ഇടപെടണം. അതിപ്പോ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, വേണ്ട ഒരു സമുദായ സംഘടന ആയിക്കോട്ടെ, ഇതിപ്പോ ഒരു ന്യായമായ കാര്യത്തിനുള്ള ഒരു സമരമാണ്. അതിലിപ്പോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അക്രമമൊക്കെ നടന്നിട്ടുണ്ടാവും. കാരണം നമ്മുടെ കേരളത്തില് ഏത് രാഷ്ട്രീയ പാർട്ടികളും ഹർത്താൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു സംഘടന ആയതുകൊണ്ട് അതിനെ ഞാൻ തള്ളി പറയാൻ തയ്യാറില്ല. പക്ഷേ ഇതിനൊരു ഫലം കാണാൻ ഇത് തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിലിപ്പോ ഈ പറയുന്ന ചെറിയവൻ വലിയവൻ അതിന് മേലെ അങ്ങനെയുള്ള തട്ടുകൾ ഉണ്ടല്ലോ. ഇതിന് കാലക്രമേണ വരാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കയറി ചെന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ ആ വരുന്ന അധ്യാപകനെ നിർത്തി അടിവയറ്റിൽ ചവിട്ട് കിട്ടുന്നവരെ ഈ പറയുന്ന നാറികളായ മാഷന്മാരായാലും ഇവരൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ പോകണം. കാരണം ഇനി വരുന്നത് അങ്ങനെയാണ്. ഇതിനു വേണ്ടിയാണ് ഇവർ കളിക്കുന്നത്. ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ അധ്യാപകനെ പിടിച്ച് അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തിനാവട്ടെ, ഈ കുട്ടിയുടെ വിഷയവുമായിട്ട് അന്വേഷണം ഭംഗിയായിട്ട് നടക്കട്ടെ. ആ അന്വേഷണ കമ്മീഷൻ ഇടപെട്ട് ഭംഗിയായിട്ട് പോകുന്നില്ലെങ്കിൽ അതിന് നിർബന്ധമായും കോടതി ഇടപെടണം. അതിൽ രാഷ്ട്രീയ തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇത്ര തന്നെ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടത് ഉണ്ട്. യൂട്യൂബിൽ നിറയെ കമൻറ്റുകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്
ഒരു കാരണവുമില്ലാത്ത ഹർത്താൽ എന്നാണ് ബീന പിങ്ക് പറയുന്നത്. ഹെൻറി പറയുന്ന അത്രയധികം ഹർത്താലുകൾ നടത്തുന്ന വേറെ സംസ്ഥാനവും ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നു. പ്രതിഷേധങ്ങൾ അനുവദിക്കണം, പക്ഷേ ഹർത്താലുകൾ നിരോധിക്കണമെന്ന് ഹെൻറി പറയുന്നു. ദി ഇൻസിഡൻസ് ഷോസ് വെനെവർ SC/STs ആർ ഇൻ ക്രൈസിസ് ദേ ആർ എലോൺ എന്ന് ഷിജു കിരിയത്ത് ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും അങ്ങനെയാണ് സമൂഹത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരെ അനീതി നേരിടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുകൾ ഇല്ലാത്ത അവസ്ഥ, മുഖ്യധാര പാർട്ടികളടക്കം ഇല്ലാത്ത അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശശിധരൻ പിള്ള പറയുന്നു, ഈ സംഭവത്തിന് ഉത്തരവാദികൾ സ്ഥാപനവും പ്രതിയെ പിടിക്കാത്തതിന് ഉത്തരവാദി സർക്കാരുമാണ്. അതിന് സാധാരണക്കാരെയും രോഗികളെയും വിദ്യാർത്ഥികളുടെ മേൽ കുതിര കയറിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു. സുനിൽകുമാർ പറയുന്നു, ഒരു സ്റ്റേറ്റിലെ പോലെ ആകണം ഇവിടെ, മറ്റ് സ്റ്റേറ്റുകളിലെ പോലെയാണ് ഇവിടെ ഹർത്താൽ. ബലമായി വാഹനം തടയുന്നതിനും കടകൾ അടപ്പിക്കുന്നവരെയും അകത്തിടാനുള്ള നിയമം ഉണ്ടാകണം. അത് ഏത് പാർട്ടിയായാലും എന്തിൻ്റെ പേരിലായാലും അതിനൊക്കെ നിയമമുണ്ട്. ശ്രീ സുനിൽകുമാർ. സുനിമോൾ പറയുന്നു, എന്തിനും ഏതിനും ഹർത്താൽ അംഗീകരിക്കാനാവില്ല, പക്ഷേ ഹർത്താൽ ന്യായമാണ്. നിതിൻ രാജിന് നീതി കിട്ടണം. എല്ലാവരും ചേർന്ന് നിതിൻ്റെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചില്ലേ? നിതിനെ പഠിക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സുനിമോളാണ്. പിന്നീട് ശശിധരൻ പിള്ള പറയുന്നു, എത്ര കുട്ടികൾ പരീക്ഷ മുടക്കി ക്യാൻസർ രോഗികളെ തടഞ്ഞു, അതുമെല്ലാം ന്യായീകരിക്കുകയാണ് എന്ന് പറയുന്നു. സുനിൽകുമാർ പറയുന്നു, ഇങ്ങനെ ഹർത്താൽ നടത്താനാണെങ്കിൽ കേരളം ഇന്ന് ഹർത്താൽ നടത്തേണ്ടി വരും. എത്രയോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഇവിടെ ഉണ്ടാകുന്നു. മരണത്തിൻ്റെ പേരിലായാൽ പോലും ആഴ്ചയിൽ 2 ഹർത്താൽ വേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊരു പോലീസ്, എന്തൊരു സർക്കാർ, രണ്ടിനും നാഥനും നന്ദനുമില്ല. ട്രംപിനേക്കാൾ കഷ്ടമാണ് കേരളത്തിലെ അവസ്ഥ എന്നൊക്കെയാണ് ജയകുമാർ പറയുന്നത്. റോഡല്ല സെക്രട്ടേറിയറ്റാണ് തടയേണ്ടത്, പൊതുജനമല്ലല്ലോ ഇതിന് കാരണക്കാരെന്ന് മുരളി ചൂണ്ടിക്കാണിക്കുന്നു. വാഹനം തടയില്ല, കടകൾ അടപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാണിച്ചത് ഇവർ പറയണം ഇതിന് ഉത്തരം എന്ന് പറയുന്നു. എന്തു ന്യായം? കൂലിപ്പണിയെടുത്ത് പഠിപ്പിക്കാൻ ഒരു കൊച്ചിൻ്റെ അവസ്ഥ ആർക്കും അറിയില്ലേ? നേരത്തെ പ്രഖ്യാപിച്ച ഹർത്താലല്ലേ, എക്സാം മാറ്റി വെക്കണമായിരുന്നു എന്ന് ജയകുമാർ പറയുന്നു. അത്തരം ചില ചർച്ചകളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ഹർത്താലും വാഹനം തടയുകയോ ജനങ്ങളെ ഉണ്ടാക്കരുത്, പക്ഷേ ഇതൊന്നും ആരും ചെയ്യുന്നില്ല എന്നതും പറയുന്നത് സുനിമോളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദകുമാർ പറയുന്നു, ഹർത്താൽ ഒന്നിനും ഒരു പരിഹാരമല്ല. പൊതുജനം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ജനജീവിതം സ്തംഭിപ്പിക്കുന്നത്? അക്രമം ഒന്നിനും പരിഹാരമല്ല, നിരോധിക്കേണ്ടതാണെന്ന് പറയുന്നു. VC തോമസ് പറയുന്നു, ഹർത്താൽ നടത്തിയവർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു എന്നു. അതങ്ങനെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ DGP ഈ സമയത്ത് വിശദീകരണം നൽകിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോടതി നടപ്പാക്കാൻ കോടതിക്ക് പോലും കഴിയുന്നില്ല, പിന്നെ ജനത്തിന് എവിടുന്ന് നീതി കിട്ടും എന്ന് ചോദിക്കുന്നു. എന്തായാലും അത്തരം കുറേയേറെ ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. ഗൗമത ജി പറയുന്നു, രാജ്യങ്ങളിൽ ഹർത്താൽ നടത്തിയാണോ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഹർത്താൽ അക്രമാസക്തമാവാൻ പാടില്ല, നിർബന്ധിച്ച് കടകൾ അടപ്പിക്കരുത്, പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കട്ടെ എന്ന് KK കൃഷ്ണൻകുട്ടി പറയുന്നു. എന്തായാലും അത്തരം ചില കമൻറ്റുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ച തുടരാം. Real time, on the go, India chooses Network 18. Commanding a whopping 80% of social audience, we don't just define the category, we are the category. And when news breaks, India logs into Network 18 every single time. Network 18. കേരളത്തിലെ ഹർത്താലുമായി ബന്ധപ്പെട്ട് സംവാദങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുകയാണ്. ഹർത്താലിനെ അനുകൂലിച്ചും എതിർത്തും ഹർത്താൽ നടത്തിയ സംഘടനകളുടെ ബലം നോക്കിയാണ് ആളുകൾ കടയടയ്ക്കുന്നതും വഴിയിൽ ഇറങ്ങാതിരിക്കുന്നതും എന്ന് ഒരു വിഭാഗം പറയുന്നു. എന്തിൻ്റെ പേരിലായാലും അക്രമം അനുവദിക്കാനാവില്ല, അത് ജനജീവിതത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടല്ല ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന് മറുഭാഗം പറയുന്നു. അത്തരം ചർച്ചകളിലേക്കാണ് നമ്മളും കടക്കുന്നത്. ശ്രീ ബിജു ആണ് കോട്ടയത്ത് നിന്ന്. ശ്രീ ബിജു, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഈ ഹർത്താലിന് സ്വാഭാവികമായിട്ട് 7 ദിവസത്തെ മുമ്പ് തന്നെയാണല്ലോ നോട്ടീസ് കൊടുക്കുന്നത്. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പൊ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തെന്ന് പറയും. ആ കോടതിക്ക് പോലും ഇതൊരു അന്വേഷണം നടത്താനായിട്ട് ഒരു ഉത്തരവിട്ടുകൊണ്ട്
ആ ഇപ്പോൾ ഒളിവിൽ നിൽക്കുന്ന പ്രതി എന്ന് പറയുന്ന റാമിനെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ പോലീസിന് കഴിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്? അതുപോലെ ഒരു പരിഷ്കൃത സമൂഹമാണ് ഈ ദളിത് വിഭാഗങ്ങൾ എന്ന് പറയും. അവരുടെ ഒരു ഹർത്താൽ ഇവിടെ നടന്നപ്പോൾ ഇത്രയും വിപുലമായ ചർച്ചകളും അതിൽ അക്രമങ്ങളും ഉണ്ടെന്നും നമ്മൾ മുൻ ഹർത്താലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ നാട് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴത്തേന് ഇതിൽ ഇത്ര ഗൗരവമായി ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പറഞ്ഞതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടു, കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന്. ആ കുട്ടികൾ പരീക്ഷ എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് ആ മാതാപിതാക്കൾ അതിനെതിരെ പ്രതികരിച്ചത്. എന്നാലോ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അവനൊരു ഉന്നത വിദ്യാഭ്യാസം നേടി ആ കുടുംബത്തിന്റെ നെടുന്തൂണാവേണ്ട ഒരു വ്യക്തി മരണപ്പെട്ടപ്പോഴത്തേന് അവർക്ക് ധാരാളം മാർഗങ്ങളുണ്ടായിരുന്നു ആ പരീക്ഷാ സ്ഥലത്തെത്താൻ വേണ്ടി. എന്നാൽ ഇതിന്റെ ഇടയിൽ വാർത്തകളിൽ ഇടം നേടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ രീതിയിലല്ലായിരുന്നു അതിനെതിരെ ഇവർ പ്രതികരിക്കേണ്ടിയിരുന്നതെന്നുള്ളതാണ്. എന്താണേലും ഇതിന്റെ അകത്ത് പോലീസിന്റെ കൃത്യമായ നിലപാടുകളില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാവുന്ന പോലീസാണ്. ആ പോലീസിന് ഈ വ്യക്തിയെ കണ്ടെത്താനോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനോ കഴിയാത്ത ഒരു പോലീസ് സംവിധാനമല്ല നമ്മുടേത്. അത് കൃത്യമായിട്ട് അതിനുള്ള കഴിവുള്ളവരാണ്. എന്നാൽ അതിനൊന്നും പോലീസ് ശ്രമിക്കാതെ 7 ദിവസം ഈ നോട്ടീസ് തന്നിട്ടും അത് നോക്കിയിരുന്നിട്ട് ഇന്ന് ഈ അക്രമങ്ങൾ ഉണ്ടായെന്ന് പറയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ശ്രമിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ വീഴ്ച ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസാണെന്ന് തന്നെ പറയാം. കാരണം രാവിലെ തൊട്ട് ഇവർ വഴി തടയില്ല എന്നൊന്നും ഇവർ പറഞ്ഞതായിട്ട് ഞങ്ങളാരും കണ്ടില്ല. മാധ്യമങ്ങളിലൊക്കെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് എല്ലാ വാഹനങ്ങളും, അത്യാവശ്യ സർവീസ് വാഹനങ്ങൾ ഒഴികെ ബാക്കിയല്ല. ശ്രീ ബിജു, ഇതിനകത്ത് അക്രമം കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ സംഘടനാ നേതാക്കളൊക്കെ പറഞ്ഞത് വാഹനങ്ങൾ തടയില്ല എന്നാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികളുമായി പോയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്തത് കുറച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ഗൗരവമുള്ള വിഷയമാണ്. ചില ആശുപത്രി കേസുകളിലൊക്കെ അത്തരം കേസുകളൊക്കെ കടത്തിവിടുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് വേണം പറയാൻ. അല്ല, അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് അവനും പരീക്ഷ എഴുതേണ്ടവനായിരുന്നു, അവനും ഉന്നത സ്ഥലങ്ങളിൽ എത്തേണ്ടവരായിരുന്നു. അവന്റെ ജീവിതം ഇന്ന് എവിടെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനെതിരെയുള്ള ഒരു പ്രതികരണശേഷി ഉണ്ടാവേണ്ട ഒരു സമൂഹമാണ് കേരളം. ആ കേരളത്തിൽ ഇത് ഉണ്ടാവാതെ പോകുന്നതിന്റെ കാരണമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് ഒരിക്കലും അതിൻ്റെ അകത്ത് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കണം, അത് പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ മുൻകാലങ്ങളിൽ ഉണ്ടായ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ പല ഹർത്താലുകളും ഏത് രീതിയിലായിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? ഇന്നിപ്പം അവരുടെ ഒരു നേതാവ് സണ്ണി കപ്പക്കാട് എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് ഒരു ചാനലിൽ ചർച്ച നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ ഗോവിന്ദൻ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെയോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയൊക്കെ ഇതുപോലെ വിളിച്ചിരുത്തിയിട്ട് ഈ സമയങ്ങളിൽ ഇവർ ചർച്ച ചെയ്യുമോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? അതിൻ്റെ അകത്ത് അവർക്ക് വീഴ്ചകളുണ്ടെങ്കിൽ അത് അവരെ അത് അധികാരവർഗങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ അധികാരവർഗങ്ങൾ എടുക്കേണ്ട നടപടികൾ എടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് 7 ദിവസം ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്. 7 ദിവസമെങ്കിലും കുറഞ്ഞത് മുൻപേ നോട്ടീസ് നൽകണമെന്ന്. ആ ഹൈക്കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചപ്പോഴത്തേന് ഹൈക്കോടതി തന്നെ ചോദിക്കണമായിരുന്നു ഇതിന്റെ കാരണം എന്താണ്. അതിന് ഉത്തരവിടാനുള്ള അധികാരമുള്ള ഒരു സംവിധാനമാണ് ഹൈക്കോടതി. അദ്ദേഹത്തിന്റെ ശ്രീ രാധാകൃഷ്ണനാണ്, വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? നമസ്കാരം. നമസ്കാരം. നിതിൻ രാജിനും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. കാരണം കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണം. നമ്മുടെ ഇവിടെ ഇതിനു മുന്നേ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മുടെ ബന്ദ് കാര്യങ്ങളൊക്കെ നടത്തി അക്രമവും ഇതൊക്കെ ഉണ്ടായിട്ടാണ് കോടതി ഇടപെട്ട് ബന്ദ് പാടില്ല എന്ന് പറഞ്ഞതും അതിനുശേഷം ഹർത്താൽ നിന്നുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയതും. പക്ഷെ ഇത് വളരെ ഇതായി പോയി. കാരണം എന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറ്റും. പോലീസിനെതിരെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇത് ചെയ്യാം, പോലീസിനെതിരെ ഉള്ള പിക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ DGP-യോ കമ്മീഷണറോ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമല്ല, കാരണം പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അതുകൊണ്ട് ക്യാൻസർ മാതൃഭൂമി ന്യൂസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, ക്യാൻസർ രോഗിനെ തടയുന്നതും അവരെ വിടൂല, അന്ന് നിങ്ങൾ പോവണ്ട എന്നൊക്കെ പറയണം. അത്ര ധിക്കാരമായിട്ട് അങ്ങനെ പോവണ്ട എന്നൊന്നും പറയണത് ശരിയായില്ല. അത് ജനങ്ങള് ഉള്ള ഒരു ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ആ കുടുംബത്തോട് എല്ലാവർക്കും നല്ല ഇതായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ ഇനി ഈ പരീക്ഷ എഴുതാത്തവരും ഈ ക്യാൻസർ രോഗികളുടെ കുടുംബങ്ങൾക്കൊക്കെ വളരെ ഇത് തോന്നും.
കാരണം ഇത്തരം സംഭവത്തിലേക്ക് പോരുത്. ഇനിയും ആണെങ്കിലും ഇതിന്റെ നടപടി എടുത്തില്ലെങ്കിൽ കുറ്റക്കാർ ഇപ്പൊ മാനേജ്മെന്റോ മറ്റേ എന്തെങ്കിലും സ്റ്റാഫോ എന്തെങ്കിലുമൊക്കെ അവിടെ കോളേജിന്റെ സംബന്ധമായിട്ട് എന്തെങ്കിലും കുറ്റക്കാരാണ് നടപടി എടുക്കാനുള്ള പല വഴികളുണ്ട്. നടപടി എടുപ്പിക്കാൻ കാരണം ശക്തമായിട്ട് ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ നിന്ന് കഴിഞ്ഞാൽ അത് നടപടി എടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇത്രയും ഇത് വേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ശരത്താണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? ഹലോ, ശ്രീ ശരത്ത് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? മ്യൂട്ട് ചെയ്യുമോ? ഓക്കെ, ഞാൻ പറഞ്ഞോളൂ. TV മ്യൂട്ട് ചെയ്താൽ ഉപകാരമായിരുന്നു. ശ്രീ ശരത്തിൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് പറയുകയാണ്, പൊതുവേദിയിലേക്ക് പുതുതായി വിളിക്കുന്നവർ ദയവ് ചെയ്ത് പൊതുവേദിയിൽ സംസാരിക്കുന്ന സമയത്ത് TV മ്യൂട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം TV-യിൽ വരുന്നതും നമ്മൾ പറയുന്നതുമായി ഏതാനും സെക്കൻഡുകളുടെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. ശ്രീ പ്രസാദാണ് ചേർത്തലയിൽ നിന്ന്. പ്രസാദിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ചില കമൻറ്റുകൾ കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഈ ശശീരൻ പിള്ള എന്ന് പറയുന്ന കക്ഷി ഇങ്ങനെ നിരന്തരം പരാതി പറയും. ചില ആളുകളുണ്ട്, അവർക്ക് എന്ത് കണ്ടാലും പരാതി, കുറ്റം, അത് മാത്രമാണ്. ഈ വല്ലപ്പോഴുമൊക്കെ ചില നന്മകളും നല്ല കാര്യങ്ങളും ഒക്കെ കാണുക. ശശീരൻ പിള്ളയുടെ എത്ര കമൻറ്റുകൾ എത്ര തവണ ഞാൻ വായിച്ചിരിക്കുന്നു. പക്ഷേ ശശീരൻ പിള്ളയ്ക്ക് നിരന്തരം പരാതിയാണ്. അത് ചിലരുടെ ഒരു മാനസിക ഘടന അങ്ങനെയാണെന്ന് തോന്നുന്നു. പരാതി പറയുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ശീലമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ കുറ്റം പറയുക, പരാതി പറയുക എന്നുള്ളത്. ശശീരൻ പിള്ള 9922 ആണ്. അദ്ദേഹത്തിന് കമൻറ്റ് വായിക്കുന്നില്ല. എല്ലാ ദിവസവും ഒരേ സാധനം എഴുതിക്കൊണ്ടേയിരിക്കുക. അദ്ദേഹം തന്നെ എന്നെ എന്തെല്ലാം പറഞ്ഞേക്കുന്നത്, ഞാൻ മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ ആ കമൻ്റ് അടക്കം സ്ഥിരമായി ഞാൻ വായിക്കുന്നതാണ്. പക്ഷെ എന്തൊക്കെ കേട്ടാലും അദ്ദേഹത്തിന് ഒരു സംതൃപ്തി വരില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ചിലർക്ക് അങ്ങനെയാണ്. ഈ ചിലർക്ക് നല്ലത് വരുന്ന കാണുമ്പോൾ ചിലർക്ക് നെഞ്ചിന് വേദന എന്നൊക്കെ ചില സിനിമയ്ക്കകത്ത് പറയില്ല. അതുപോലത്തെ കക്ഷിയാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഗൗമത ജി അതുപോലൊപ്പം തന്നെ ഹർത്താലിനെ പറ്റി മണിമല പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. ഏറ്റവും കൂടുതൽ പരാക്രമം കാട്ടിയിട്ടുള്ള മണിമലയുടെ പാർട്ടിക്കാരാണെന്ന് അതും ഈ ശശീരൻ പിള്ള തന്നെയാണ് പറയുന്നത്. അതാണ് രസം. മനുവിനെ കണ്ടില്ല എന്നുള്ളത് പറയുന്നു. മനു അടുത്ത ദിവസം എത്തും. മനു ഒരു ദിവസം 2 ദിവസം അവധിയായി വീട്ടിൽ പോയിരിക്കുകയാണ്. വീട്ടിലെ ചില അത്യാവശ്യവുമായി ബന്ധപ്പെട്ട്. എന്തായാലും അവിടെ മഴയാണ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് മുരളി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. പ്രസാദാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ പ്രസാദ്, താങ്കൾ എങ്ങനെയാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട ആവശ്യം ന്യായമാണെന്ന് കരുതുന്നുണ്ടോ? സാറേ, ഇപ്പോൾ എനിക്ക് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാര്യം, ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ ഒരു ഹർത്താൽ നടക്കുന്നത്. ഇപ്പോൾ ദളിത് സംഘടനകൾ ഇങ്ങനെ ഒരു ഹർത്താൽ നടത്തിയപ്പോൾ മാത്രം ഈ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് ശരിക്കും ഈ ദളിത് സമൂഹത്തോട് ഇവിടുത്തെ സമൂഹവും അതേപോലെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് നിന്ന് മനസ്സിലാകുന്നത്. കാര്യം നിതിൻ എന്ന ചെറുപ്പക്കാരനെ ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? 10-21 ദിവസം കഴിഞ്ഞു. എന്നിട്ടും സർക്കാരിന്റെ പോലീസോ ഇതുവരെ ആ പ്രതികളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഞങ്ങൾ ഈ നടത്തുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനി അന്തസ്സോടെ അഭിമാനത്തോടെ ക്യാമ്പസുകളിൽ പഠിക്കണം. ഇനി ഒരു കൊലപാതകം ഉണ്ടാകരുത്. അതിനുള്ള ശക്തമായൊരു സർക്കാരിനെതിരെയുള്ള ഒരു നല്ലൊരു താക്കീത് തന്നെയാണ് ഞങ്ങൾ ഈ ഹർത്താലിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രസാദ്, ബിജു ആണ് UAE-യിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിജു, മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ബിജുവിൻ്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബാലകൃഷ്ണനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. സാറേ, ഹർത്താല് ന്യായമാണോ, അതിന്റെ അക്രമത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹർത്താലിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തില് ഏകദേശം 12% വരുന്നൊരു സമൂഹമാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട്. ഈ രാഷ്ട്രീയത്തിലായാലും പൊതുവേദിയിലായാലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക്സിന്, അതായത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് 40% ആൾക്കാർ പറയുന്നത്. അതേ പൊതുജനം തന്നെ, അതേമാതിരി വോട്ടവകാശമുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ 12% വരുന്ന പൊതുജനം തന്നെയാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വെറും സാധാരണക്കാരനായ ഒരു കുട്ടിയുടെ നീതി നിഷേധത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹർത്താലിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ ഹർത്താൽ ന്യായമായിട്ടാണ് ഞാൻ കാണുന്നത്. പൊതുജന സമൂഹം ഇതിന് അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആവശ്യം ന്യായമായി അംഗീകരിക്കുന്നവർ പോലും
ഹർത്താലിൻ്റെ ആവശ്യം ന്യായമാണെന്ന് അംഗീകരിക്കുന്നവർ പോലും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് അതിന് ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഹർത്താൽ ഉണ്ടാകുന്നതും അക്രമം നടക്കുന്നതും അടിച്ചു പൊളിക്കുന്നതും കാറ്റഴിച്ചു വിടുന്നതും ബസ്സിന് കണ്ണെറിയുന്നതും ഒരു പുതുമയൊന്നുമല്ല. അതൊന്നും പറയാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ നീതി നിഷേധത്തിന് നീതി നിഷേധം നടന്നത് കൊണ്ടാണ് ഈ ഹർത്താലിന് വേണ്ടിയിട്ട് ഒരു സമൂഹം ഈ ഹർത്താലിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭരണകൂടത്തിന്റെ നീതിനിഷേധത്തിനെതിരെ തന്നെയാണ് ഹർത്താൽ ആവശ്യം, അതിൽ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളാണ് ജനങ്ങളെ മറു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആഹ്വാനം ചെയ്ത സമൂഹം കേരളത്തിൽ 12-15% വരുന്ന ഒരു സമൂഹമാണെന്നുള്ളത് കൂടി ഈ കേരള സമൂഹം മനസ്സിലാക്കണം. അതെ, അതും പ്രധാനപ്പെട്ട തന്നെയാണ്. കേരളത്തിൽ ദളിത് വിഭാഗത്തിനുമായി ബന്ധപ്പെട്ട അനീതികൾ നേരിടുന്ന ഘട്ടത്തിൽ പലപ്പോഴും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളടക്കം മൗനം പാലിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നത് യാഥാർത്ഥ്യം കൂടിയാണ്. വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിൽ പലപ്പോഴും ആ ഒരു ചേർന്ന് നിൽക്കൽ കാണാറില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ശ്രീ ഹംസയാണ് ഒറ്റപ്പാലം. ഹംസ, താങ്കൾക്ക് പറയാം. ശ്രീ ഹംസ, താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശ്രീ ഹംസ, ഈ പുതിയ പ്രേക്ഷകരുടെ അഭ്യർത്ഥിക്കുകയാണ്, ദയവേത് നിങ്ങളെ TV മ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പൊതുവേദിയിൽ സംസാരിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ സംസാരം കൃത്യമായി നമുക്ക് നൽകാൻ കഴിയില്ല. ശ്രീ ഹംസ, താങ്കൾ കേൾക്കാമോ ഇപ്പോൾ? ഹംസയുടെ ടെലിഫോൺ മുതൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ദളിത് സമൂഹത്തിനെ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നത്? അവർക്ക് വേണ്ടി എല്ലാ സംരക്ഷണവും സർക്കാർ കൊടുക്കണം എന്ന് ലീലാമ്മ ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീ വിഷ്ണു KV ചോദിക്കുന്നു, വേടനും മാടനും എവിടെ എന്നൊക്കെ പറഞ്ഞ ചോദ്യം. അതെന്താണെന്ന് മനസ്സിലായില്ല. വിഷ്ണു KVക്ക് ഇനി മറ്റ് ഏതെങ്കിലും അർത്ഥത്തിലൊക്കെയാണ് വിഷ്ണു KV ചോദിക്കുന്നെങ്കിൽ ആ ചോദ്യം വിഷ്ണു അത്ര നല്ല ചോദ്യമല്ല എന്നുകൂടി വിഷ്ണുവിനെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അത് വിഷ്ണുവിന് ചിലർ അറിയാതെ ഇതും ചോദിക്കാം, ചിലർ ബോധപൂർവമൊക്കെ ചോദിക്കാം. പക്ഷേ അത്ര അറിയാതെയാണ് വിഷ്ണുവിൻ്റെ ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിടയിൽ ചില മഴ ചർച്ചകളുമൊക്കെ എന്തായാലും ഹർത്താലിനിടയിൽ പറയുന്നുണ്ട്. എന്തായാലും അത്ര കന്യാകുമാരി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മഴ വന്നു. നോബഡി ഡിസ്കസ് ദി റിയലി റാലി ഓർഗനൈസ്ഡ് ബൈ BJP ആൻഡ് ബ്ലോക്കേജ് ദി റോഡ് എന്ന് പറയുന്നു. അത് BJP മാത്രമല്ല, പല സംഘടനകളുടെയും ഇക്കാര്യത്തിലൊക്കെയുള്ള റാലികൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ട് 19 ദിവസമാകുന്നു. പക്ഷേ കേരള പോലീസ് റാം എന്ന് പറയുന്ന അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിനർത്ഥം കേരള പോലീസിൻ്റെ കെടുകാര്യസ്ഥതയാണ്, അല്ലെങ്കിൽ റാമിനെ കേരള പോലീസ് സഹായിക്കുന്നു എന്ന് തന്നെയാണ്. അല്ലാതെ കേരള പോലീസിനെ സംബന്ധിച്ച് റാമിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും കരുതില്ല. ആ നീതി നിഷേധത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു സമരം നടക്കുന്നത്. പക്ഷേ കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ ആരും അതിനെ അനുകൂലിക്കുന്നില്ല എന്നതുകൂടിയുണ്ട്. നമസ്കാരം. ആദ്യമായിട്ട് ഈ വിഷയം എന്ന് പറഞ്ഞാല് ദളിതുകളോടുള്ള സമീപനം എങ്ങനെ നമ്മുടെ കേരളത്തിൽ എന്ന് കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇത് പല സ്ഥലത്തും നടക്കുന്നത്. ഇന്ത്യയിലെ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വ്യാപകമായിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ വളരെ ഗോപ്യമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല ആൾക്കാരും ഇതിനൊക്കെ ഇരയാക്കപ്പെടുന്ന ആൾക്കാര് പല കാരണങ്ങൾ കൊണ്ടും പേടിച്ചിട്ടും അവരെ പിന്നെയും ഉപദ്രവിക്കുമെന്നുള്ള ഭയം കൊണ്ടും ഒക്കെ പ്രതികരിക്കുന്നില്ല. നിസ്സഹായരായ ചില കുട്ടികള് കൂടുതൽ ചിന്തിക്കാതെ ആത്മഹത്യയിലേക്ക് ചാടി വീഴുന്നു. അത് അത്യന്തം ഖേദകരമാണ്. അത് തീർച്ചയായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് ഒക്കെ ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സമിതിയൊക്കെ വേണം. അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും വേണം. അതാണ് ആ സംഭവത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ഹർത്താൽ എന്നുള്ള കാര്യം, ഒരു ദളിത് വിഷയം പറഞ്ഞ് എനിക്ക് തോന്നുന്ന കേരളത്തിൽ ആദ്യം നടക്കുന്ന ഒരു ഹർത്താലാണിത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്റെ ഓർമ്മയിലില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? ഇവിടെ ഭയങ്കര മഴയാണ്, ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല. ധൈര്യമായി പറഞ്ഞോളൂ ശ്രീ മണിമല. ശരി, നല്ല മഴയാണ്, ഇടിവിറക്കവും മഴയൊക്കെയാ. അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ ഹർത്താലിനെ പറ്റി പറയുമ്പോ ഹർത്താലിനോട് ഞാൻ എതിർക്കൊന്നുമില്ല. എനിക്ക് ഹർത്താലിന് വേണ്ടെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ജനത്തിന് പ്രതിഷേധിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഹർത്താല്. അത് മുൻകൂട്ടി കൊടുത്തിട്ടുള്ള നോട്ടീസ് അനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ നിർബന്ധിച്ചാക്കി ആരെ ആക്രമിക്കുക അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാൻ നല്ലൊരു മാർഗം തന്നെയാണ് ഹർത്താല്. കേരളത്തിലാണ് ഈ ഹർത്താൽ എന്നുള്ള കാര്യം ഒരു ഹർത്താൽ. അപ്പൊ ഒരു വ്യക്തി വിളിച്ചാൽ പോലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെ കടകൾ അടഞ്ഞു കിടക്കും, റോഡ് വിജനമായി കിടക്കും എന്നുള്ള കാര്യം ശരിയാണ്. നമ്മുടെ ജനം തന്നെ ഹർത്താലിനോട് ഒരു യോജിച്ചു പോകുന്ന മനസ്സാണുള്ളത്. ഹർത്താൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അവധിയെടുത്ത് വീട്ടിൽ ഇരിക്കാമല്ലോ, ഹർത്താലെന്ന് പറഞ്ഞ് അവധിയെടുത്ത് ആഘോഷിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും കൂടെയുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല്
ഇതുപോലുള്ള ഏതൊരു സംഭവം നടന്നു കഴിയുമ്പോഴും പ്രതിയെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളെല്ലാം ചർച്ച ചെയ്യും പോലീസിന്റെ അലംഭാവമാണെന്ന് പറഞ്ഞിട്ട്. ഇതുവരെ നടന്നിട്ടുള്ള കേസുകളിൽ ഇതുപോലുള്ള ചർച്ചകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രതിയെ എന്തേ പിടിക്കാത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ചാനലുകളിൽ ചർച്ച വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ കേസുകളിലും ഇനി ഏതെങ്കിലും പ്രതിയെ പിടിക്കാനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ട് 99 അല്ല 100% പ്രതികളെയും പിടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ കേസാണുള്ളത്. ഈ പ്രതിയും പിടിക്കപ്പെടും. എന്തുകൊണ്ട് ഇപ്പൊ പിടിച്ചില്ല, അല്ലെ ഇന്നലെ പിടിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ പ്രതി അതിനേക്കാൾ വിദഗ്ധമായിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. അത് നമുക്ക് അങ്ങനെ അങ്ങ് കരുതാനാവില്ല. ഒരു സ്ഥിരം കുറ്റവാളിയൊന്നുമല്ല. അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയത്തത്ര ബുദ്ധിയുള്ള അല്ലെങ്കിൽ അത്തരം തന്ത്രങ്ങൾ അറിയുന്ന ആളൊന്നുമല്ല. അങ്ങനെ ഒരാളെ പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതിനു മുമ്പുള്ള നമ്മുടെ അനുഭവം അതാണ് ഞാൻ പറഞ്ഞത്. പിടിക്കാൻ പോലീസിന് ശേഷിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈ ഭാഗത്ത് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആരാണ് എന്നുള്ളതൊക്കെ വെച്ചുള്ള സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചിന്തകളൊക്കെ പോലീസിലും കാണും. ഈ ആരോപണങ്ങളൊക്കെ പ്രതിയെ പിടിച്ചു കഴിയുമ്പോൾ ഇല്ലാതെയാവും. അതങ്ങനെ ഇല്ലാതെയാവുന്ന പ്രതിയെ പിടിക്കാൻ ഇത്രയും സമയം കൊടുത്തതിന് ശേഷം പിടിച്ചാൽ ഈ ആരോപണം ഇല്ലാതാവുമോ? മറ്റുള്ള ശരിയാണ്. പ്രതിയെ നമ്മൾ വിചാരിച്ച ദിവസം അല്ലെങ്കിൽ ആ സമയം. ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. രാഖിൽ രാജാണ് കൂത്തുപറമ്പിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാഖിൽ രാജ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വേഗത്തിൽ പറയാം. അല്ല, എന്റെ വീട് ഇവിടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തന്നെയാണ്. വീടിനടുത്താണോ? വീട്ടിനടുത്താണ്. ശരി. അപ്പൊ ഇവിടെ വലിയ ഹർത്താലൊന്നും പ്രതീതിയൊന്നും ഇല്ലേനു. ഇവിടെ എല്ലാം പീടിയെല്ലാം തുറന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലേനു. ശരി, ഓക്കെ. എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയായിരുന്നു. ഹർത്താലിനെ എതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചവർ, ഹർത്താൽ ഇനി ദളിത് സംഘടനകളല്ല ആര് നടത്തിയാലും അത് ശരിയല്ല എന്ന് വാദിച്ചവർ, അതല്ല ഈ ഒരു വിഷയത്തിൽ ആദ്യമായി ഞാൻ ഹർത്താലിനോട് അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞവർ, ദളിത് സംഘടനകൾ ഹർത്താൽ നടത്തിയപ്പോൾ മാത്രമാണ് അക്രമം എന്നുള്ള തരത്തിലേക്ക് പ്രതികരിച്ചവർ, അതങ്ങനെയല്ല, ദളിത് സംഘടനകൾ ഹർത്താൽ നടത്തിയതുകൊണ്ട് അവരോടുള്ള വിവേചനം തന്നെയാണ് ഈ ഹർത്താലിനെതിരെ നടത്തുന്ന വികാരം എന്ന് പറഞ്ഞവരും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർത്താൽ നടത്തേണ്ടി വന്നത്, 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിട്ടും കോടതിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ വേണ്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഹർത്താൽ നടത്തേണ്ടി വന്നത് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞവർ. എന്നാലും സമൂഹത്തിൽ ഹർത്താലിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും, ആവശ്യത്തെ ന്യായമാണെന്ന് കരുതുന്നവരും അല്ലാതെ കരുതുന്നവരും ഒക്കെയുണ്ട്. ഇത്തരം ചർച്ചകളുമൊക്കെ ഇനിയും ഉണ്ടാവേണ്ടത് തന്നെയാണ്. എന്തായാലും നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.